നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റാണ് ഇവിടെ പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഇയർ കൊമേഴ്സിൽ വരുന്ന കുട്ടികൾക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ വളരെ ലളിതമായി വിശദീകരിച്ച് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് അക്കൗണ്ടിങ്? വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ പറയുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനേജ്മെൻറ്റിനോടോ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: അക്കൗണ്ടിങ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ജീവരക്തമാണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം അതിൻ്റെ എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്യുന്നു, അതുപോലെയാണ് അക്കൗണ്ടിങ് ബിസിനസ്സിന് നൽകുന്ന ധർമ്മങ്ങൾ. ഇനി അക്കൗണ്ടിങ് എന്താണ് എന്ന് ലളിതമായി വിശദീകരിക്കാൻ അല്ലെങ്കിൽ ലളിതമായി നിർവചിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തു പറയും? ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട് ദെയറോഫ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്: ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. രേഖപ്പെടുത്തുന്ന കലയാണ്. അതായത് രേഖപ്പെടുത്തുക എന്ന കല, ക്ലാസിഫൈയിങ് വർഗീകരിക്കുക എന്ന കല, സമ്മറൈസിങ് അത് ചുരുക്കുക. എന്താണിതെല്ലാം? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. എന്താണ് സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ പറയുന്ന റിസൾട്ട് വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപാടുകളെയാണ് നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്തുക, അവയെ വർഗീകരിച്ച് അർത്ഥവത്തായി ചുരുക്കിയെടുത്ത് പരിണിത ഫലം എന്തെന്ന് വെളിപ്പെടുത്തുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിങ്. അപ്പം സാമ്പത്തിക ഇടപാടുകൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അവയെ വർഗീകരിച്ച് ക്ലാസിഫൈ ചെയ്ത് ചുരുക്കി സമ്മറൈസ് ചെയ്ത് എന്താണ് ഈ പറയുന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ്. ആത്യന്തികമായ ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യമാണ് പ്രാഥമികമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അക്കൗണ്ടിങ്ങിലൂടെ. അത് മാത്രമല്ല, അതിലേറെയും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സാധ്യത നിലനിൽപ്പുണ്ട്. എങ്കിലും പ്രാഥമികമായിട്ട് ഒരു സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായത് എന്നറിയുവാൻ നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഒരല്പം ചരിത്രത്തിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആധുനികമായ അക്കൗണ്ടിങ്ങിനെ നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് നമ്മൾക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഈ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ലൂക്കാ പസിയോളി എന്ന് നമ്മൾ പറയുന്ന വ്യക്തിയാണ്. അതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ ലൂക്കാ പച്ചോളി എന്നാണ്. പിന്നെ നമ്മൾ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ സൗകര്യത്തിന് ലൂക്കാ പസിയോളി എന്നൊക്കെ വായിക്കാറുണ്ട്. ലൂക്കാ പച്ചോളി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് ഈ പറയുന്ന നമ്മളുടെ ഡബിൾ എൻട്രി അക്കൗണ്ടിങ്, അതായത് ഇന്നത്തെ ആധുനിക അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് തുടങ്ങിയ പദങ്ങളെല്ലാം നമ്മളെ അല്ലെങ്കിൽ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഈ ഡെബിറ്റ് എന്ന് പറയുന്ന പദം നിങ്ങൾ ഇനി വീണ്ടും കേൾക്കാനുള്ളതാണ്. ഈ ഡെബിറ്റ് എന്ന് പറയുന്ന പദം ഡെബിറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതേപോലെ ക്രെഡിറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായിട്ടുള്ള ലൂക്കാ പച്ചോളി ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ
എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്ന സാമ്പത്തിക സംഭവങ്ങൾ അതെന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. An economic event occurring in an organization result in one or more transaction measurable in monetary terms എന്നാണ് എക്കണോമിക് ഈവൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു സാമ്പത്തിക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പണം കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം, ആ സംഭവം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഇടപാടുകൾ ഉണ്ടാകും. ഒരു പണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും ഒരു സംഭവം ബിസിനസ്സിലുണ്ടാകുമ്പോൾ ഒന്നിലധികം ഇടപാടുകൾ ഉണ്ടാകും. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് അല്പം വ്യക്തത കുറവുണ്ടാവും. നമ്മളത് ഒരു എക്സാമ്പിളിലൂടെ അത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ സാധിക്കുന്ന ഒന്നോ അതിലധികമോ ഇടപാടുകൾക്ക് കാരണമാകുന്ന സംഭവമാണ് എക്കണോമിക് ഈവൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു മെഷീനറി വാങ്ങി സ്ഥാപിക്കുന്ന ഒരു ഇക്കണോമിക് ഈവൻ്റാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മെഷീനറി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. അപ്പം പണം കൊടുത്ത് മെഷീനറി വാങ്ങിയാണല്ലോ നമ്മൾ സ്ഥാപിക്കുന്നത്. പണത്തെ അടിസ്ഥാനമാക്കി തന്നെയാണെന്ന് നമുക്കറിയാം അല്ലേ? പണം കൊടുത്ത് വാങ്ങി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടായാലും നമുക്ക് സ്ഥാപിക്കാം. അങ്ങനെയാണെങ്കിലും പണം പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു മെഷീനറി വാങ്ങുന്നത് എക്കണോമിക് ഇവൻ്റാണ്. അതിൽ ഒരുപാട് ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ വരും. അതെന്തൊക്കെയാണെന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ മെഷീനറി വാങ്ങുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ്. അപ്പോൾ നിങ്ങൾ മെഷീനറി വാങ്ങുന്ന ആൾക്ക് പണം കൊടുക്കും അല്ലേ? അപ്പോൾ അതൊരു സാമ്പത്തിക ഇടപാടല്ലേ, ഒരു ട്രാൻസാക്ഷനായി. നിങ്ങൾ ഓരോ വട്ടം പണം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പണത്തിനെ അടിസ്ഥാനമാക്കി ഓരോ ഇടപാടുകൾ നടത്തുമ്പോഴോ എല്ലാം ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഉണ്ടാവും. കടം വാങ്ങിയാലും സാമ്പത്തിക ഇടപാടാണ്. കാരണം എന്താണ്? കടം വാങ്ങിയാലും നിങ്ങൾ പണം പിന്നീട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയും പണത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം മെഷീനറി വാങ്ങുമ്പോൾ ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് വരുന്നത്? മെഷീനറി കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്ഥാപിക്കുമ്പോൾ മെഷീനറി വാങ്ങുന്നു, അപ്പോൾ നിങ്ങൾ പണം കൊടുക്കുന്നു, അതൊരു സാമ്പത്തിക ഇടപാടാണ്. പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് സ്വന്തം വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വണ്ടി വാടകയ്ക്ക് എടുത്തായിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ ഈ വണ്ടിയുടെ വാടക നിങ്ങൾ കൊടുക്കണ്ടേ? അപ്പോൾ അതൊരു സാമ്പത്തിക ഇടപാടായില്ലേ? അപ്പോൾ മെഷീനറി വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അത് വരുന്നത്. അപ്പോൾ മെഷീനറി വാങ്ങുക എന്ന ഒറ്റയൊരു പ്രക്രിയയുണ്ട്. ആദ്യം നമ്മൾ ഈ മെഷീനറി വാങ്ങിയ ആൾക്ക് പണം കൊടുത്തു, ആരിൽ നിന്നാണോ നമ്മൾ വാങ്ങിയത് അയാൾക്ക് പണം കൊടുത്തു. അപ്പോൾ ഒരു ഈവൻ്റ് ഉണ്ടായി, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി. പിന്നീട് അത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കി, അതൊരു ഇവൻ്റാണ്. പിന്നെ ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കാം. നമുക്ക് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല, നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നുള്ള ആളെ വിളിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പൈസ കൊടുക്കേണ്ടി വരും. വീണ്ടും നമ്മൾ പണം ചിലവാക്കണം, അതൊരു ട്രാൻസാക്ഷനായി. അതായത് മെഷീനറി വാങ്ങുക എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സംഭവം, ഒരു എക്കണോമിക് ഈവൻ്റ് മൂലം ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ അവിടെ ഉണ്ടായി. എല്ലാ ഈവൻറ്റും അങ്ങനെ ഒന്നിലധികം ഇടപാടുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചില ഈവൻറ്റുകൾക്ക് ഒന്നിലധികം ഇടപാടുകൾ ഉണ്ടാകും. അപ്പോൾ പണത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഈവൻ്റ് എന്ന് പറയാം. ഈ എക്കണോമിക് ഈവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒന്നോ അതിലധികമോ ഇടപാടുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്കണോമിക് ഈവൻറ്റിനെ നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്റ്റേണൽ ഇവൻ്റ് എന്നും ഇൻറ്റേർണൽ ഇവൻ്റ് എന്നും പറയാറുണ്ട്. അതായത് ഒരു സംഘടനയും പുറത്തുള്ള വ്യക്തിയും തമ്മിലാണ് അല്ലെങ്കിൽ ഈ സംഭവം ഈ പറയുന്ന എക്കണോമിക് ഈവൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അതിന് എക്സ്റ്റേണൽ ഈവൻ്റ് എന്ന് പറയും. അതായത് സംഘടനയും പുറത്തുള്ള വ്യക്തിയും തമ്മിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഈവൻ്റ് എന്നും, ഇൻറ്റേർണൽ ഈവൻ്റ് എന്ന് വെച്ചുമ്പോൾ സ്ഥാപനത്തിനകത്ത് തന്നെ സംഭവിക്കുന്നതാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അത് നമ്മളിനി പഠിക്കും. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ്, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഇടപാടുകൾ ഇൻറ്റേർണൽ ഈവൻ്റാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉൽപ്പാദന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ കമ്പനി തന്നെയാണ്, നമ്മുടെ സ്ഥാപനം തന്നെയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധനങ്ങൾ കൈമാറുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്നിലധികം ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു കടയാണ്. അപ്പം നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്ന്, തിരുവനന്തപുരത്തുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊല്ലത്തുള്ള ഒരു ബ്രാഞ്ചിലേക്ക്, തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് കൊല്ലത്തുള്ള ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. നമ്മുടെ സാധനങ്ങൾ തന്നെയാണ് ഒരു ഷോറൂമിൽ നിന്ന് മറ്റൊരു ഷോറൂമിലേക്ക് കൊണ്ടുപോകും. അത് ഇൻറ്റേർണലാണ്, അതായത് ആഭ്യന്തരമായ സംഭവമാണ്. അപ്പോൾ ബാഹ്യമായ സംഭവം എക്സ്റ്റേണൽ ഇവൻ്റ്, അത് സ്ഥാപനവും പുറത്തുള്ള വ്യക്തിയും. ഇൻറ്റേർണൽ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിനകത്ത് തന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഇൻറ്റേർണൽ ഇവൻ്റ് എന്ന് പറയുന്നത്.
ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇക്കണോമിക് ഈവൻറ്റിനെ തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സാണ്. അക്കൗണ്ടിങ് പ്രോസസ്സിനെ പലരും പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ അക്കൗണ്ടിങ് പ്രോസസ്സ് ആരംഭിക്കുന്നത് തന്നെ ഐഡൻറ്റിഫൈയിങ് ഇക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ. അതായത് നേരത്തെ പറഞ്ഞ സാമ്പത്തിക സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ, പണത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സംഭവങ്ങളാണ് സാമ്പത്തിക സംഭവങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇടപാടുകൾ ഉണ്ടായി വരുമെന്ന് നമ്മൾ കണ്ടു. ഈ പറയുന്ന എക്കണോമിക് ഈവൻറ്റിനെ തിരിച്ചറിയുക, അതെന്തെല്ലാമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും എക്കണോമിക് ഇവൻറ്റുകളല്ല. ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എക്കണോമിക് ഇവൻറ്റ് അല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മാനേജറെ നിയമിക്കുന്നു. മാനേജർ വരുന്നത് സാമ്പത്തിക സംഭവമല്ല, പക്ഷേ മാനേജറിന് സാലറി കൊടുക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക സംഭവമാണ്. അപ്പോൾ സാമ്പത്തിക സംഭവങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. രണ്ടാമത് വേണം മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഈവൻറ്റ്സ്. എന്നിട്ട് ഓരോ സംഭവങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ഇടപാടുകളെയും അളക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇടപാടുകളുടെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സാമ്പത്തിക സംഭവങ്ങൾ തിരിച്ചറിയുക, ഈ സാമ്പത്തിക സംഭവങ്ങളെ അളക്കുക, അല്ലെങ്കിൽ ഈ സാമ്പത്തിക സംഭവങ്ങളെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു അതിനെ കറക്റ്റായിട്ട് അളക്കണം. എന്നുവെച്ചാൽ 500 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തെങ്കിൽ 500 രൂപ, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പം ചില സാമ്പത്തിക സംഭവങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് അളക്കാൻ സാധിക്കും, ചിലത് ചില പ്രത്യേക നിയമങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയായാലും സാമ്പത്തിക സംഭവങ്ങളെ നമ്മൾ അളക്കണം. എന്ന് വെച്ചാൽ എത്ര രൂപ മുടക്കി, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ കിട്ടി, ആ രീതിയിലുള്ളൊരു മെഷർമെൻറ്റ് നമ്മൾക്ക് നടത്തണം. അടുത്തതായിട്ട് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് എക്കണോമിക് ഈവൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കണ്ടെത്തി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം. അത് നമ്മളുടെ ബുക്കുകളിലേക്ക്, പലതരത്തിലുള്ള ബുക്കുകളുണ്ട്, ആ ബുക്കുകളിലേക്ക് നമ്മളിത് എഴുതി ചേർക്കണം. അവസാനമായിട്ട് ഈ ബുക്കുകൾ നമ്മൾ എഴുതി ചേർത്തതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്തതായിട്ടുള്ള സംഭവങ്ങളുടെ എല്ലാം വിശകലനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിണിത ഫലം എന്താണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം സ്ഥാപനത്തിന് നൽകിയത്, സ്ഥാപനത്തിൽ നേട്ടമാണോ നഷ്ടമാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഈ പറയുന്ന വ്യക്തികളെന്ന് പറയുമ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഈ പറയുന്ന പരിണിത ഫലം എന്തെന്ന് നമ്മൾ അറിയിക്കണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം, ആശയവിനിമയം നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് തന്നെ ഞാൻ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് ഇങ്ങനെ വിശദീകരിക്കാം. ഇനി വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിങ് പ്രോസസ്സിനെ വിശദീകരിക്കാം. സെയിം സംഗതികൾ തന്നെയാണ്, പക്ഷേ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്ന അതാണ് ആദ്യത്തെ. നമ്മൾ എന്താണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയും റെക്കോർഡിംഗ്, പിന്നെ നമ്മൾ പറയും ക്ലാസിഫിക്കേഷൻ, പിന്നീട് നമ്മൾ പറയും സമറൈസിങ്, അടുത്തത് നമ്മൾ പറയും അനലൈസ്, ഇൻ്റർപ്രറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജേണൽസ് ആദ്യമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു സാമ്പത്തിക ഇടപാടുണ്ടാകുമ്പോൾ അത് നമ്മൾ ആദ്യമായി എഴുതി ചേർക്കാൻ, ആദ്യമായിട്ട് രേഖപ്പെടുത്താൻ ഒരു ബുക്കുണ്ട്. അതിനെ നമ്മൾ ജേണൽ എന്നാണ് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാനുസൃതമായ രീതിയിൽ എന്നാണ് അർത്ഥം. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ കാലാനുസൃതമായ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നടന്ന സംഭവം ആദ്യം, രണ്ടാമത് നടന്ന സംഭവം രണ്ടാമത്, ആ ക്രമത്തിൽ രേഖപ്പെടുത്തുന്നതാണ് ക്രോണോളജിക്കൽ ഓർഡർ. ജനുവരി 1-ാം തീയതി നടക്കുന്ന സംഭവം ആദ്യം, അതിനുശേഷം മാത്രമേ ജനുവരി 2-ലെ സംഭവം രേഖപ്പെടുത്തൂ, അതിനുശേഷം മാത്രമേ ജനുവരി 3-ലെ സംഭവം നമ്മൾ രേഖപ്പെടുത്തൂ. അങ്ങനെ രേഖപ്പെടുത്തുന്നതിനെയാണ് കാലാനുസൃതമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ബുക്കുകളുണ്ട്. ആ ബുക്കിനെയാണ് നമ്മൾ ജേണൽസ് എന്ന് പറയുന്നത്. ആ ബുക്കുകളെ അല്ലെങ്കിൽ ബുക്കിനെയാണ് ജേണൽസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഈ രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻ എല്ലാം വർഗീകരിക്കണം. എന്ന് വെച്ചാൽ ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെല്ലാം ഒരിടത്ത് കൊണ്ടുവരണം. ഒരേ സ്വഭാവമുള്ള ഒരുപാട് ഇടപാടുകൾ കാണാം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, ഒരുപാട് തവണ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് നടത്താം, സാധനങ്ങൾ വിൽക്കുന്നു, ഒരുപാട് തവണ നമ്മൾ സാധനങ്ങൾ വിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ ഒരിടത്ത് കൊണ്ടുവരണം. അത് നമ്മൾ നടത്തുന്നത് ലെഡ്ജറുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകളിലാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം നടത്തുന്നത് നമ്മളെവിടെയാണ്? ലെഡ്ജറുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകളിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പിന്നീട് നമ്മൾ സമ്മറൈസിങ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ഡേറ്റ ഉണ്ടാവും, ഒരുപാട് പർച്ചേസ്, ഒരുപാട് സെയിൽസ്, ഒരുപാട് മറ്റുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ, ഇതിനെയെല്ലാം നമ്മളൊന്ന് ചുരുക്കണം. അത് ചുരുക്കുന്നത് നമ്മൾ ഈ ലെഡ്ജറുകൾ ടോട്ടൽ ചെയ്ത് അല്ലെങ്കിൽ ലെഡ്ജറുകൾ കൂട്ടിയെടുക്കുക, ലെഡ്ജറുകൾ ബാലൻസ് ചെയ്യുക, അതൊക്കെ എന്താണെന്ന് നമ്മൾക്ക് പിന്നീട് പഠിക്കാം, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ കൂട്ടിയെടുക്കുക, ബാലൻസ് ചെയ്യുക, അതിനുശേഷം ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. അങ്ങനെ നമ്മളുടെ ഇടപാടുകൾ നമ്മൾ ചുരുക്കുന്നു. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതോടുകൂടിയാണ് ഈ സമ്മറൈസിങ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത്. ലെഡ്ജറുകൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതോടെ സമ്മറൈസിങ് കഴിയും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കണം. നമുക്ക് ലാഭനഷ്ട കണക്കുകൾ, അതേപോലെ തന്നെ ബാക്കി പത്രം, ബാലൻസ് ഷീറ്റ്, അങ്ങനെ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അത് നമ്മളിനി പഠിക്കും. വിവിധ തരത്തിലുള്ള സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ, സാമ്പത്തിക പത്രങ്ങൾ തയ്യാറാക്കണം. അതിനുശേഷം ഈ സാമ്പത്തിക പത്രങ്ങൾ ആരെയെല്ലാമാണോ അറിയിക്കേണ്ടത് അവരെയെല്ലാം നമ്മൾ അറിയിക്കുകയും വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിനെ എങ്ങനെയും നമ്മൾ വിശദീകരിക്കാം. എന്താണ് റെക്കോർഡിംഗ് എവിടെ നടക്കുന്നു? ജേണലിൽ. ക്ലാസിഫിക്കേഷൻ എവിടെ നടക്കുന്നു? ലെഡ്ജറിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ. സമ്മറൈസിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു. അവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ആവശ്യമുള്ള ആൾക്കാരെ അറിയിക്കുന്നു. അനലൈസ്, ഇൻ്റർപ്രറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് ആയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത ഭാഗം നമ്മൾ അടുത്ത ഒരു സെഷനിൽ വിശദീകരിക്കും.